2025 തുടക്കത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ സന്ദർശനത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില ലക്ഷ്യങ്ങളുമുണ്ട്. അതായത് പുടിന്റെ സന്ദർശന വേളയിൽ ഇന്ത്യക്ക് വേണ്ടി 5ാം തലമുറ യുദ്ധ വിമാനമായ സുഖോയ് 57E ഇന്ത്യക്ക് നൽകാൻ റഷ്യ താൽപര്യം കാണിച്ചിട്ടുണ്ട്. പുടിന്റെ സന്ദർശന വേളയിൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് കരാർ ഒപ്പിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. 2018 സംയുക്ത 5ാം തലമുറ യുദ്ധ വിമാന പദ്ധതിയിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണം, പ്രത്യേകിച്ച് നൂതന യുദ്ധ വിമാനങ്ങളുടെ മേഖലയിൽ കൂടുതൽ ആഴത്തിലാക്കാനുള്ള റഷ്യയുടെ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് 60 മുതൽ 70 വരെ സുഖോയ് 57E ജെറ്റുകൾ ഇന്ത്യക്ക് നൽകാനാണ് റഷ്യ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഈ സുഖോയ് 57E എന്നത് സുഖോയ് 57ന്റെ ഒരു കയറ്റുമതി വകഭേദമാണ്. ഒരു സിംഗിൾ സീറ്റ് ട്വിൻ എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനമാണിത്. വ്യോമ മേധാവിത്വത്തിനും ആക്രമണ പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് റഷ്യ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷന്റെ ഭാഗമായ സുഖോയ് വികസിപ്പിച്ചെടുത്ത സുഖോയ് 57 മുൻ തലമുറ യുദ്ധ വിമാനങ്ങളുടെയും കര നാവിക പ്രതിരോധങ്ങളെയും മറികടക്കാൻ സൂപ്പർ ക്രൂയിസ്, സൂപ്പർ മാനുവറബിലിറ്റി, നൂതന ഏവിയോണിക്സ് എന്നിവയുള്ള സ്റ്റെൽത്ത് ശേഷിയുള്ള വിമാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്ന ഈ ജെറ്റുകളിൽ അത്യാധുനിക AL-51F എഞ്ചിനുകൾ ഘടിപ്പിക്കുമെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. ഈ എഞ്ചിനുകൾ യഥാർത്ഥ 5ാം തലമുറ പവർ പ്ലാന്റുകളുമായി പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. മെച്ചപ്പെട്ട ത്രസ്റ്റ് ടു ഭാരം അനുപാതം, ഇന്ധനക്ഷമത, സ്റ്റെൽത്ത് സവിശേഷതകൾ എന്നിവ ഇത് വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ റഷ്യയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് IAF-ൽ ഇതിനകം സേവനത്തിലുള്ള 4.5 തലമുറ ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമായ ഫ്രഞ്ച് ദസാൾട്ടിന്റെ റാഫേലിനേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ ഇത് ഇന്ത്യക്ക് നൽകുമെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റഷ്യ ഇപ്പോൾ വാർഷിക ഉൽപാദനം ഇതിന്റെ 15 യൂണിറ്റ് ആണ്. ഇന്ത്യക്ക് വേണ്ടി ഇത് 25 യൂണിറ്റായി വർദ്ധിപ്പിക്കുമെന്നും റഷ്യ പറഞ്ഞിട്ടുണ്ട്. 2010 സുഖോയ് 57 അതിന്റെ ആദ്യ പറക്കൽ നടത്തിയിരുന്നു. അതുപോലെ തന്നെ 2018 സിറിയൻ ആഭ്യന്തര യുദ്ധത്തിനിടെ ഈ വിമാനം പങ്കെടുത്തിരുന്നു. ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലും ഇത് ഉപയോഗിച്ചതായി റിപ്പോർട്ടുണ്ട്. 2020 ഡിസംബർ ഇത് റഷ്യൻ എയറോസ്പേസ് ഫോഴ്സുമായി ഔദ്യോഗികമായി സേവനത്തിൽ പ്രവേശിച്ചു. തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പരിപാടി ലക്ഷ്യമിട്ട് വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിന് ഇടക്കാല പരിഹാരങ്ങൾ തേടുന്ന IAF-ന്റെ നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ നിർദ്ദേശവുമായി റഷ്യ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ആഭ്യന്തര 5ാം തലമുറ യുദ്ധ വിമാനം വികസിപ്പിക്കുന്നത് ഇപ്പോഴും വികസന ഘട്ടത്തിലാണ്. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധ വിമാനമായ AMCAയുടെ ആദ്യ വിമാനം കുറഞ്ഞത് 2027 വരെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യയുടെ AMCA പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതുവരെ റഷ്യയുടെ ഈ സുഖോയ് 57E പകരക്കാരനായി റഷ്യ ഇപ്പോൾ എടുത്തു കാണിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ റഷ്യൻ പ്രതിരോധ ബന്ധത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയും പ്രാദേശിക ശക്തികളുടെ സന്തുലിതാവസ്ഥയെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നതിനാൽ സുഖോയ് 57E ഇന്ത്യയിലേക്കുള്ള വിൽപ്പന ആഗോള പ്രതിരോധ നിരീക്ഷകർ സൂക്ഷ്മമായി നിരീക്ഷിക്കും. അന്തിമ വില, സാങ്കേതിക കൈമാറ്റ കരാറുകൾ, ഇന്ത്യയുടെ കഴിവുകളെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ ഇടപാടിന്റെ വിജയം. 2025 തുടക്കത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശന വേളയിൽ ഈ കരാർ ഒരു അന്തിമ രൂപം കൈവരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.